ഹായ് ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നെക്സ്റ്റ് തിയറിയാണ് നമ്മൾ നോക്കുന്നത്. തിയറിക്കകത്ത് ഫസ്റ്റ് വരുന്നത് ന്യൂ ക്രിറ്റിസിസം ആണ്. അപ്പം ന്യൂ ക്രിട്ടിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്നത് 1930s വന്നത്. ആൻഡ് ന്യൂ ക്രിട്ടിക്സ് എന്ന് പറയുന്നത് ക്ലെൻ ബ്രൂക്സ്, JC റാൻസം, അലൻ ടേറ്റ്, വിംസത്ത് ആൻഡ് ബിയർഡ്സ്ലി. ആൻഡ് അമേരിക്കൻ ക്രിട്ടിക്സ് എന്ന് പറയുന്നത് കെന്നത്ത് ബർക്ക് വരും, യോർ വിന്റേഴ്സ് വരും. ഇതൊക്കെയാണ് അമേരിക്കൻ ക്രിട്ടിക്സ്. ഇംഗ്ലീഷ് ക്രിട്ടിക്സ് എന്ന് പറയുമ്പോൾ FR ലീവിസ്, വില്യം എംസൺ, G വിൽസൺ നൈറ്റ്, LC നൈറ്റ്. ഓക്കെ, അപ്പോൾ ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്നത് IA റിച്ചാർഡ്സിന്റെയും അതുപോലെ തന്നെ TS ഇലിയട്ടിന്റെയും വർക്ക്സിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുള്ളതാണ്. ന്യൂ ക്രിറ്റിസിസത്തിന്റെ സേലിയന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ ലിറ്ററേച്ചറിന് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ മോഡേൺ സിവിലൈസേഷനിൽ ഒരു പ്രിവിലേജ്ഡ് സ്റ്റേറ്റസ് ആണുള്ളത്. ബിക്കോസ് ഇൻ കൾച്ചർ ആണെന്നുണ്ടെങ്കിലും അല്ലാതെ എന്താ പറയുക, ഒരു പിന്നെ അല്ലാതുള്ള ഏത് ഏരിയാസ് എടുത്ത് നോക്കിയാലും സയന്റിഫിക് ആണെങ്കിലും ഇൻഡസ്ട്രിയൽ ആണെന്നുണ്ടെങ്കിൽ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേറ്ററാണ്, ഹ്യൂമൻ വാല്യൂസിന്റെ പ്രിസർവറും കൂടിയാണ്. ആൻഡ് ലിറ്ററേച്ചറാണ് ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു സെർട്ടനിറ്റി പോസിബിൾ ആക്കി മാറ്റുന്നത്. കാരണം ഈ മോഡേൺ വേൾഡ് എന്ന് പറയുമ്പോൾ ഫുൾ ഓഫ് കെയോസും അൺസർട്ടനിറ്റിയാണ്. അതിന്റെ ഓർഡർ കൊണ്ടുവരുന്നത് ലിറ്ററേച്ചറാണ്. ലിറ്റററി ഡിസ്കോഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ടു ബി ക്ലിയർലി ഡിസ്റ്റിംഗ്വിഷ്ഡ് ഫ്രം സയന്റിഫിക് ഡിസ്കോഴ്സ് അല്ലേ. ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ഫീലിംഗ്സും ഇന്റർപ്രിട്ടേഷൻസും ആറ്റിറ്റ്യൂഡ്സും ആണ്. അപ്പോൾ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ഒരു പ്രിസിഷനും ക്ലാരിറ്റിയും കാണും അല്ലേ. ആൻഡ് സയന്റിഫിക് ഡിസ്കോഴ്സിലും പ്രിസിഷനും ക്ലാരിറ്റിയും ഉണ്ട്, പക്ഷേ കുറച്ച് വ്യത്യാസമുണ്ട് ഇവർ തമ്മിൽ. ടു ഡിസ്കോഴ്സസ് ഡിഫറൻറ്റും ആണ് ആൻഡ് ബോത്ത് ആർ നെസസറി ആണ് മോഡേൺ വേൾഡിൽ. പിന്നെ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഹൈ മിഷൻ ഫുൾഫിൽ ചെയ്യുന്നതാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഷുഡ് ബി ഡിസ്റ്റിംഗ്വിഷ്ഡ് ഫ്രം അതർ ഫോംസ് അല്ലേ. ലിറ്ററേച്ചർ ഓഫ് ക്വാളിറ്റി, അതായത് പോപ്പുലർ ലിറ്ററേച്ചർ ഓഫ് ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു ഒരു ഡിഫറൻസിയേഷൻ ഉണ്ട്. പോപ്പുലർ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ മാഗസീൻ സ്റ്റോറീസ്, ക്രൈം സ്റ്റോറി ഒക്കെയാണ്. ലിറ്ററേച്ചർ ഓഫ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ വേറെ ഒരു തലമാണത്. അപ്പോൾ എൻജോയ്മെന്റ് നമുക്ക് ഈ ഒരു പ്ലേ കാണുമ്പോഴോ അല്ലെങ്കിൽ ഹാംലെറ്റ് പോലുള്ള പ്ലേയോ അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് സ്റ്റോറിയോ ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന എൻജോയ്മെന്റ്സിൽ പോലും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഫോർമർ ഹാംലെറ്റ് കാണുമ്പോൾ ഉള്ള ഒരു എൻജോയ്മെന്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഹയർ ആണ്, കൾച്ചറലി ആൻഡ് സ്പിരിച്വലി മാത്രമല്ല കുറച്ചും കൂടി അപ്ലിഫ്റ്റിംഗ് ആണ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യുണീക് ഫീച്ചർ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ ന്യൂ ക്രിട്ടിക്സ് പറയുന്നതെന്ന് വെച്ചാൽ ഫോമും കണ്ടന്റും തമ്മിലുള്ള ഒരു ഇൻസെപ്പറബിലിറ്റിയാണ്. അതായത് അതാണ് ഒരു ഇമ്പോർട്ടന്റ് ടെനറ്റ് ഓഫ് ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഫോമും കണ്ടന്റും തമ്മിൽ സെപ്പറേറ്റഡ് ആക്കാൻ പറ്റത്തില്ല. ഇറ്റ് മീൻസ് ദാറ്റ് ഒരു ഗുഡ് വർക്ക് ഓഫ് ലിറ്ററേച്ചർ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പോയം ആണെന്നുണ്ടെങ്കിലും അതിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ മെസ്സേജ് എന്ന് പറയുന്നത് അതിന്റെ ഫോമും തമ്മിലും നല്ല രീതിയിലുള്ളൊരു യൂണിഫിക്കേഷൻ കാണും. അതിനെ നമുക്ക് ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതാണ് ഒരു ഗുഡ് പോയം എന്ന് നമ്മൾ പറയുന്നത്. ന്യൂ ക്രിട്ടിക്സ് കൺവിൻസ്ഡ് ആവുന്നതെന്ന് വെച്ചാൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് പോയത്തിൽ മാത്രം, അതായത് ഷുഡ് ഫോക്കസ് ഓൺ ദി പോം ഇറ്റ് സെൽഫ്, അതായത് ആ വേർഡ്സ് ഓൺ ദി പേജ്. അതായത് ആ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്ന ന്യൂ ക്രിട്ടിക്സിനെ സംബന്ധിച്ചിടത്തോളം ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റിയാണ്. അതിനപ്പുറത്തോട്ട് നമ്മൾ ഓതേഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും നോക്കേണ്ടതായിട്ടില്ല. ടെക്സ്റ്റ് നമ്മൾ വായിക്കുവാണെങ്കിൽ ആ ടെക്സ്റ്റ് മാത്രം ഫോക്കസ് ചെയ്യുക. പോയം നമ്മൾ വായിക്കുവാണെങ്കിൽ ആ വേർഡ്സ് ഓൺ ദ പേജ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, അതൊരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു വർക്ക് ഓഫ് ആർട്ട് എന്ന് പറയുന്ന ഒരു ഓട്ടോണമസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റിയാണ്. അതിന്റെ അപ്പുറത്തോട്ട് നമ്മൾ പോകേണ്ട കാര്യമില്ല ആ ടെക്സ്റ്റിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ എന്നാണ് ന്യൂ ക്രിട്ടിക്സ് അഭിപ്രായപ്പെടുന്നത്. ഫോക്കസ് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ഓൺ ദി ഓതർ അല്ലെങ്കിൽ റീഡർ. അവിടെ ഫോക്കസ് എന്ന് പറയുന്നത് ആ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ടെക്സ്റ്റിൽ ബേസ് ചെയ്തിട്ട് മാത്രമായിരിക്കണം. അതുപോലെ തന്നെ ഓതറിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടോ വർക്കിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും നമ്മൾ നോക്കരുത്. അതുകൊണ്ട് ന്യൂ ക്രിട്ടിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് എഹിസ്റ്റോറിക്കൽ അപ്രോച്ചാണ്. അതായത് ഹിസ്റ്ററിയും ബാക്ക്ഗ്രൗണ്ടോ ഒന്നും നമ്മൾ നോക്കത്തില്ല. ന്യൂ ക്രിട്ടിക്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്ലോട്ട്, അതുപോലെ തന്നെ എന്താ പറയുക, ഇമേജസ്, ഇതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അല്ലാതെ അതിനകത്തുള്ള വേറെ അല്ലെങ്കിൽ അതിന് പുറത്തുള്ള വേറെ കാര്യങ്ങളുമായിട്ട് യാതൊരുവിധ കണക്ഷനും ഇല്ല. പിന്നെ നെക്സ്റ്റ് ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ വാട്ട് ഇസ് ന്യൂ ക്രിറ്റിസിസം. അതൊരു അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ലിറ്റററി മൂവ്മെന്റ് ആണ്, ക്രിട്ടിക് മൂവ്മെന്റ് ആണ്. 1930s 1960s വരെ നിന്നിരുന്ന ഒരു മൂവ്മെന്റ് ആണ്. പോംസിൽ, അതായത് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു സെൽഫ് സഫിഷ്യന്റ് ഒബ്ജക്റ്റ് ആണെന്നും അതിന്റെ ഓതറുമായിട്ട് റീഡറിനുമായിട്ട് അതൊരു ബന്ധമില്ലെന്നുമാണ് അദ്ദേഹം ഇത് പറയുന്നത്. ന്യൂ ക്രിറ്റിസിസം എന്നുള്ള വേർഡ് വന്നത് JC റാൻസമിന്റെ വർക്കിന്റെ പേരാണ് ദ ന്യൂ ക്രിറ്റിസിസം. അതിനകത്ത് നിന്നാണ് ഇത് പേര് വന്നത്, ന്യൂ ക്രിറ്റിസിസം എന്നുള്ള തിയറി വന്നത് കേട്ടോ. 1941 ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്തത്. മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ് ന്യൂ ക്രിറ്റിസിസം, എന്താണ് എയിം ചെയ്യുന്നത്, ബയോഗ്രഫിക്കൽ സോഴ്സ് സ്റ്റഡി അതിനെ റീപ്ലേസ് ചെയ്ത്. അതായത് ഇപ്പം നമ്മളൊരു വർക്ക് ഓഫ് ആർട്ട് പഠിക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ റൈറ്ററിനെ കുറിച്ച് പഠിക്കുന്നു, അതിന്റെ ആ ഒരു സൊസൈറ്റൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പഠിക്കുന്നു, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പഠിക്കുന്നു, ഇങ്ങനെയാണ്. പക്ഷേ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ടെക്സ്റ്റ് പഠിക്കുമ്പോൾ ആ ടെക്സ്റ്റിനകത്തുള്ള കാര്യങ്ങൾ മാത്രം
ഫോക്കസ് ചെയ്യുക. അല്ലാതെ അതിൻ്റെ ഒഥോറിയൽ ഡീറ്റെയിൽസ്, റൈറ്ററിൻ്റെ ഡീറ്റെയിൽസ്, റീഡറിൻ്റെ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ പിന്നെ റീഡർ എന്ത് വിചാരിക്കുന്നോ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും നമ്മൾ നോക്കേണ്ടെന്നാണ് ന്യൂ ക്രിട്ടിക്സ് പറയുന്നത്. പിന്നെ വർക്ക്സ് ഓഫ് ന്യൂ ക്രിട്ടിക്സിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ക്ലെൻത്ത് ബ്രൂക്സിൻ്റെ ദ വെൽ റൗട്ട് ഏൺ, പിന്നെ വിംസത്തിൻ്റെ ദ വെർബൽ ഐക്കൺ. ഓക്കെ, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ന്യൂ ക്രിറ്റിസിസം ഞാൻ പറഞ്ഞു. ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണെന്നും അതിൻ്റെ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് തന്നെ പഠിക്കേണ്ട, ജഡ്ജ് ചെയ്യേണ്ട. പിന്നെന്താണ്, അത് കംപ്ലീറ്റ് ആണ്. ആ ടെക്സ്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണെന്നും ഇൻഡിപെൻഡൻ്റ് ഐഡൻറ്റിറ്റി ആണെന്നും ക്ലോസ് റീഡിംഗ് ആണ് ന്യൂ ക്രിറ്റിക്സ് ഫോക്കസ് ചെയ്യുന്നത്. ക്ലോസ് റീഡിംഗ് മെത്തേഡാണ്. അതായത് ടെക്സ്റ്റിനകത്ത് എന്താണോ അത് ഡീപ്പായിട്ട് വായിക്കുക. പിന്നെ അത് മാത്രമല്ല, വർക്ക് ഓഫ് ആർട്ട് എന്ന് പറയുന്നത് ഓട്ടോണമസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. പിന്നെ അത് കംപ്ലീറ്റ് ആണ് അതിൻ്റെ എല്ലാ രീതിയിലും എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ ഫോമും കണ്ടന്റും തമ്മിൽ ഇൻസെപ്പറബിലിറ്റി ആണുള്ളതെന്നാണ് ഇവരുടെ വിശ്വാസം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറയേണ്ടതെന്ന് വെച്ചാൽ ലിമിറ്റേഷൻസ് ഓഫ് ന്യൂ ക്രിറ്റിസിസം എന്താണ്? ന്യൂ ക്രിറ്റിസിസം ലിമിറ്റേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് അഹിസ്റ്റോറിക്കലാണ് ഇതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ, പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റുകളൊന്നും ഇവർ മൈൻഡ് ചെയ്യുന്നില്ല. അവർക്ക് ലിറ്ററേച്ചറും നോൺ ലിറ്ററേച്ചറും തമ്മിലൊരു വൈറ്റൽ ഡിസ്റ്റിങ്ഷൻ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഒഥോറിയൽ ഇൻറ്റൻഷൻ ഇവർ ഫോളോ ചെയ്യുന്നില്ല. ടെക്സ്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ഓഥറിനെ കുറിച്ചൊന്നും ഇവർ പറയുന്നതുമില്ല. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്റററി ടെക്സ്റ്റ് വൺസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻഡിപെൻഡൻ്റ് ആണ്. അത് ഓഥറുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഇൻറ്റൻഷണൽ ഫാലസി എന്താണ്, എഫക്റ്റീവ് ഫാലസി എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. 1946 വിംസത്ത് ആൻഡ് ബിയേർഡ്സ്ലി എന്ന് പറഞ്ഞ 2 റൈറ്റേഴ്സ് അവരുടെ ഒരു ക്രിട്ടിക്കൽ എസ്സേ പബ്ലിഷ് ചെയ്തു. അതാണ് ദ ഇൻറ്റൻഷണൽ ഫാലസി എന്ന് പറയുന്നത്. ഇൻറ്റൻഷണൽ ഫാലസി എന്ന് പറയുന്നത് എന്താണ്? ഓഥറിൻ്റെ ഇൻറ്റൻഷനെതിരെ, അതായത് സ്ട്രോങ്ലി they argued against the relevance of the author's intention അല്ലെങ്കിൽ intended meaning. അതായത് ഇവർ ന്യൂ ക്രിട്ടിക്കൽ ഒരു എസ്സേ ആണ് ഇതെന്ന് പറയുന്നത്. ന്യൂ ക്രിറ്റിസിസമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു എസ്സേ ആണ് ഇൻറ്റൻഷണൽ ഫാലസി എന്ന് പറയുന്നത്. അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഓഥറിൻ്റെ ഇൻറ്റൻഷന് യാതൊരുവിധ വിലയുമില്ല, ടെക്സ്റ്റിന് മാത്രമേ ഉള്ളൂ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഔട്ട്സൈഡ് ദ ടെക്സ്റ്റിന് ഒരു റെലവൻസും ഇല്ല. അഫക്റ്റീവ് ഫാലസി എന്ന് പറയുന്നത് എന്താണ്? വിംസത്ത് ബിയർഡ്ലിയുടെ തന്നെ എസ്സേക്കകത്ത് വരുന്നതാണ് ദ അഫക്റ്റീവ് ഫാലസി. അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ അതായത് പിന്നെ റീഡറിന് യാതൊരുവിധ റോളും ഇല്ല ഒരു വർക്ക് ഓഫ് ആർട്ട് വായിച്ചു കഴിഞ്ഞാലും. ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഇമോഷണൽ റിയാക്ഷൻ ഓഫ് എ റീഡർ എന്ന് പറയുന്നത് അത് റിജക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അത് വാലിഡ് അല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എസ്സേ ചോദിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ വേണം എഴുതാൻ. ദെൻ നെക്സ്റ്റ് പറയുന്നത് റഷ്യൻ ഫോർമലിസം ആണ്. അപ്പോൾ റഷ്യൻ ഫോർമലിസവും ഇതുമായിട്ട് ന്യൂ ക്രിറ്റിസിസവുമായിട്ട് കുറച്ച് കണക്ഷൻസ് ഉണ്ട്. റഷ്യൻ ഫോർമലിസം എന്ന് പറയുമ്പം 1910 to 1930s ഉണ്ടായിരുന്ന ഒരു സ്കൂൾ ഓഫ് ലിറ്റററി ക്രിറ്റിസിസമാണ്. അതിനകത്ത് വരുന്ന സ്കോളേഴ്സ് എന്ന് പറയുമ്പോൾ വിക്ടർ ഷോക്ലോവസ്കി, വ്ളാഡിമിർ ട്രോപ്പ്, പിന്നെ റോമൻ യാക്കബ്സൺ, ഗ്രിഗറി ഗുക്കോസ്കി, ഇവരൊക്കെയാണ് റവല്യൂഷണറി ആയിട്ടുള്ള ലിറ്റററി ക്രിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്തതെന്ന് വെച്ചാൽ ഫോമിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഒരു വർക്ക് ഓഫ് ആർട്ടിലെ ഫോമിന് അല്ലെങ്കിൽ സ്റ്റൈലിന്. അതാണ് റഷ്യൻ ഫോർമലിസം എന്ന് പറയുന്നത്. വേറെ ഒരു കാര്യത്തിനുമല്ല ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോമിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഇൻഫാക്ട് റഷ്യൻ ഫോർമലിസത്തിൽ 2 മൂവ്മെൻറ്റുകൾ വരുന്നുണ്ട്. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ഒപ്പോജാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് സൊസൈറ്റി ഫോർ ദി സ്റ്റഡി ഓഫ് പോയറ്റിക് ലാംഗ്വേജ്, അത് സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗിലായിരുന്നു. രണ്ടാമത്തത് ലിംഗ്വിസ്റ്റിക് സർക്കിൾ, അത് മോസ്കോയിലായിരുന്നു. സോ റഷ്യൻ ഫോർമലിസ്റ്റുകൾ എന്ന് നമുക്ക് വിളിക്കാം ഇങ്ങനെയുള്ള ആളുകളെ. ഇപ്പോൾ ഫോർമലിസം എന്നുള്ള ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എന്ന് വെച്ചാൽ ഈ എന്താ പറയുക, ഈ ഒരു അല്ലെങ്കിൽ റഷ്യൻ ഫോർമലിസം എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ ഫോമിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലെങ്കിൽ അതൊരു സയൻറ്റിഫിക് മെത്തേഡാണ്. ലാംഗ്വേജിന്, ഫോമിന്, സ്റ്റൈലിന്, റൈമിന്, മീറ്ററിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതാണ് റഷ്യൻ ഫോർമലിസം എന്ന് പറയുന്നത്. പിന്നെ അവരും ഇതുപോലെ തന്നെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻ്റ് ഐഡൻറ്റിറ്റി ആണെന്നാണ് പറയുന്നത്. ആൻഡ് പിന്നെ ഇവരുടെ വേറൊരു അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ആർട്ടും നോൺ ആർട്ടും തമ്മിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ ഇവർ കുറച്ച് അറ്റംപ്റ്റ്സ് നടത്തി, ഈ ഫോർമലിസ്റ്റുകാർ. ഓക്കെ, ആൻഡ് പിന്നെ ആർട്ടും നോൺ ആർട്ട് എന്ന് പറയുന്നത് പോളാർ ഓപ്പോസിറ്റ്സ് ആണെന്ന് പറയുന്നുണ്ട്. ഈ ഫോർമലിസ്റ്റുകൾ അവർ സ്റ്റോറിയും പ്ലോട്ടും തമ്മിലും ഡിസ്റ്റിങ്ഷൻ നടത്തിയിട്ടുണ്ട്. സ്റ്റോറി എന്ന് പറയുന്നത് ഫാബുല, പ്ലോട്ട് എന്ന് പറയുന്നത് സ്യൂഷെ, അങ്ങനെയാണ് പറയുന്നത്. സ്റ്റോറി ഓർ ഫാബുല എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൊണോളജിക്കൽ അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് ഇവൻസ് ആണ്. പ്ലോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? നോൺ ക്രൊണോളജിക്കൽ ഓർഡറിൽ അൺഫോൾഡ് ചെയ്യാൻ
പറ്റുന്ന ഇവൻസിനെയാണ് പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റഷ്യൻ ഫോർമലിസത്തിനകത്ത് വരുന്നത്. അത് 1950 റഷ്യയിൽ അറൗണ്ട് ആ ഒരു തിയറി വന്നത്. റഷ്യൻ ഫോർമലിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സ്റ്റഡി ഓഫ് ലിറ്റററിനെസ്, അതാണ് ഇവർ ഉദ്ദേശിച്ചത്. അതായത് ഡിവൈസസ്, ഒരു വർക്ക് ഓഫ് ആർട്ടിലുള്ള ഡിവൈസസ് അല്ലെങ്കിൽ എന്താ പറയുക, ഫോം അല്ലെങ്കിൽ സ്റ്റൈല്, അതാണ് ഇവർ പഠിച്ചത്. പിന്നെ ഇവർ അതുപോലെ തന്നെ ലിറ്റററി ലാംഗ്വേജും ഓർഡിനറി ലാംഗ്വേജും തമ്മിലുള്ള ഡിഫറൻസും ഇവർ എന്താ പറയുക അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. പിന്നെ ഡീഫെമിലിയറൈസേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് വരുന്നുണ്ട്. ഡീഫെമിലിയറൈസേഷൻ എന്ന് പറയുന്നത് റഷ്യൻ ഫോർമലിസത്തിനകത്ത് വരുന്നൊരു ടോപ്പിക്കാണ്. അതായത് നമുക്കിപ്പോൾ ഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യത്തിനെ നമ്മൾ അതിൻ്റെ ഫെമിലിയാരിറ്റി മാറ്റി ഒരു സ്ട്രെയിഞ്ച് ആക്കി അവതരിപ്പിക്കുന്നു. അതാണ് ഡീഫെമിലിയറൈസേഷൻ എന്ന് പറഞ്ഞത്. അതായത് മേക്കിംഗ് സംതിങ് സ്ട്രെയിഞ്ച്. ഒപ്പോജാസ് ഫൗണ്ട് ചെയ്ത് 1960 അത് ഇമ്പോർട്ടൻ്റ് ആണ്. റഷ്യൻ ഫോർമലിസത്തിൻ്റെ ലീഡിംഗ് മെമ്പർ എന്ന് പറയുന്ന ആരാണ്? വിക്ടർ ഷോക്ലോവ്സ്കി ആണ്. ഇനി ലിറ്റററിനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതായത് ഒരു വർക്കിനെ ലിറ്റററി ആക്കുന്നത്, ഏതെങ്കിലും ഒരു വർക്കിനെ അതിനെ ലിറ്റററി ആകുന്നത് എങ്ങനെയാണ്, അതാണ് ലിറ്റററിനെസ് എന്ന് പറയുന്നത്. പിന്നെ ഡീഫെമിലിയറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ലിറ്റററി ലാംഗ്വേജിനെയും ഓർഡിനറി ലാംഗ്വേജിനെയും ഇവർ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്തു. അപ്പം ഓർഡിനറി ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ്. ലിറ്റററി ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി സ്റ്റൈലൈസ്ഡ് ആക്കി ലിറ്ററേച്ചറിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് ലിറ്റററി ലാംഗ്വേജ്. അപ്പോൾ ഡീഫെമിലിയറൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡിനറി ലാംഗ്വേജിനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് ലിറ്റററി ലാംഗ്വേജ് വെച്ചിട്ട് എഴുതുന്നതിനെയാണ് ഡീഫെമിലിയറൈസേഷൻ എന്ന് പറയുന്നത്. അതായത് അതായത് ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ വേൾഡിൽ, അതിനെ നമ്മൾ സ്ട്രെയിഞ്ച് ആക്കി പ്രസൻറ്റ് ചെയ്യുന്നു. ഓക്കെ. പിന്നെ അപ്പോൾ ഡീഫെമിലറൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു കാര്യത്തിനെ നമ്മൾ സ്ട്രെയിഞ്ച് ആക്കി പ്രസൻറ്റ് ചെയ്യുക, അതാണ് ഡീഫെമിലറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റഷ്യൻ ഫോർമലിസത്തിനകത്ത് വരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.